പ്രൈസല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട രാവിലെ സമയം നിങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രാവശ്യം കൂടി ജീവൻ്റെ വചനമായി നിൽപ്പാൻ ഇളയവനായി എന്നെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുഖാന്തരം ഒരുക്കി തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനും ഈ ദൈവസഭയ്ക്കും ആത്മാർത്ഥമായ എൻ്റെ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നിത്യ വചനങ്ങൾ, സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനങ്ങൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് അന്യോന്യം ചിന്തിപ്പാൻ പിതാവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ഈ ഭാഗ്യ അവസരത്തിനായിട്ട് ഞാൻ നന്ദിയോടെ തിരുനാമത്തിന് സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നതായ ഒരു പ്രകാശനം നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ട് ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വേദഭാഗം ഒന്ന് വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം അതിങ്ങനെ വായിച്ചു കേൾക്കുന്നു. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാവിലെ ഈ വചനത്തിൽ കൂടി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നാം വായിച്ച് കേട്ട 2-ന്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന് അധിപതിയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യസന്നിധിയിൽ അവിടുത്തെ പാദാന്തികെ ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവമായ പിതാവിൻ്റെ ആശീർവാദങ്ങൾക്കായി കർത്താവിൻ്റെ പുനനാമത്തെ സ്തുതിക്കുന്നു. നാം വായിച്ച് കേട്ടത് ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്ന് മുതൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിൻ്റെ സ്തോത്രം പാദാന്തികെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിൻ്റെ ചുവടുകളുമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുന്ന ആ ദിവസം മുതൽ നമ്മെ അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവത്തെ നാം തിരിച്ചറിയുന്നു. ആമേൻ. അവിടുന്ന് അനുഗ്രഹങ്ങളുടെ മാത്രം ദൈവമാണ്. ദൈവികമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്നവൻ അവിടുന്ന് മാത്രമാണ്. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്ന വിശുദ്ധ പത്രോസ് ലീഗ 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിൽ കൂടി നമ്മെ ഓർപ്പിക്കുമ്പോൾ അവിടെയും നാം കാണുന്നത് നാം വിളിക്കപ്പെട്ടത് തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സകല ആത്മീയ അനുഗ്രഹത്താലും നിറയപ്പെടുവാൻ തന്നെ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വാസ്തവത്തിൽ ഈ തലമുറയിൽ അനുഗ്രഹം എന്ന പദം വല്ലാതെ തെറ്റിദ്ധരിച്ച് മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല ദൈവദാസന്മാരും ദൈവജനങ്ങളും അനുഗ്രഹം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭൗമികമായ എന്തൊക്കെയോ ലഭിക്കുന്നത്, നല്ല കാറ്, നല്ല ഭവനങ്ങൾ, നല്ല മനോഹരമായ ജോലി, നല്ല സ്റ്റാറ്റസ്, നല്ല വിദേശയാത്ര, ഇങ്ങനെയുള്ളൊക്കെ ഉള്ള വിഷയങ്ങൾ അനുഗ്രഹമായി ചിന്തിക്കുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ ഒരു നിഴല് മാത്രമേ ആകുന്നുള്ളൂ. വാസ്തവമായ അനുഗ്രഹം ഇതൊന്നുമല്ല. സാക്ഷാൽ ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും ക്രിസ്തുവിൻ്റെ ദൈവികമായ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയുക എന്നത് മാത്രമാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന യഥാർത്ഥമായ അനുഗ്രഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം യാക്കോബിൻ്റെ ജീവിതത്തിൽ താൻ ഈ ലോകത്തിൽ നേടാവുന്ന നേട്ടങ്ങളൊക്കെ നേടിയിട്ട് ലോകപ്രകാരം ലഭിക്കുന്ന ഭൗമിക നന്മകൾ, ആടുമാടുകൾ, സമ്പത്തുകൾ, ലോകപ്രകാരമുള്ള എല്ലാ നേട്ടങ്ങളും നേടിയിട്ട് താൻ ഒരിക്കൽ ആ നേട്ടങ്ങളെല്ലാം മാറ്റിവെച്ച് തൻ്റെ ജീവിത പങ്കാളിയും തൻ്റെ ഓമന കുഞ്ഞുങ്ങളെയും ഒക്കെ ഒരു അഹവ ആറ്റിൻ്റെ അക്കരെ കടത്തിയതിന് ശേഷം താൻ തനിയെ ദൈവസന്നിധിയിൽ ശേഷിച്ച് താൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ വചനഭാഗം യഥാർത്ഥമായി പഠിക്കുന്ന നമുക്കറിയാം, അനുഗ്രഹം ലോകപ്രകാരം ലഭിക്കുന്ന സമ്പത്തോ അതിൻ്റെ പ്രതാപങ്ങളോ അതിൻ്റെ മോടികളൊന്നുമല്ല. ഇതൊക്കെ ഒരു മനുഷ്യനായി നമ്മ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമാണെങ്കിലും സാക്ഷാൽ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവികമായ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയുക, ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകരുക, ആരോഗ്യമുള്ള ശരീരത്തിന് ഉടമയായി നാം ജീവിക്കുക, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുക, തലമുറയുടെ നന്മകൾ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കുക. ഇതൊക്കെയാണ് ഒരു യഥാർത്ഥമായ ഭക്തന്റെ അനുഗ്രഹമെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ലോകപ്രകാരമുള്ള സമ്പത്തിനേക്കാൾ ഉപരിയായി ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ ലഭിച്ച ഒരു പറ്റം ദൈവജനത്തെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നു. ഞാൻ അവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാപരമായ ഒരു ഹൃദയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കരുണാവനായ ദൈവം നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. ആത്മീയ അനുഗ്രഹത്താൽ നിറയപ്പെട്ട ഒരു ക്രൈസ്തവ ജീവിതം നയിപ്പാൻ അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി തീർന്നു, യഹോവ അവനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അപ്പോൾ സകലത്തിലും അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്.
ജീവിതത്തിൻ്റെ ആത്മീക മണ്ഡലത്തിന്മേൽ, ഭൗമിക മണ്ഡലത്തിന്മേൽ, ശാരീരികമായി, മാനസികമായി, ആരോഗ്യപരമായി ഒക്കെ സകലത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ നാം കുമ്പിട്ട് ആരാധിക്കുന്നു. തമ്പുരാന്റെ തിരുസന്നിധിയിൽ, യേശു ക്രിസ്തുവിന്റെ ദിവ്യസന്നിധിയിൽ ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ ചുവടുകളുമായി മുൻപോട്ട് പോകുന്ന ദൈവജനമേ, നമ്മെ സകലത്തിലും അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നമ്മൾ വചനത്തിൽ കൂടി നമ്മുടെ ജീവിതത്തെ വ്യക്തമായി വ്യാപരിപ്പാൻ നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കാത്ത ഏതെങ്കിലും മണ്ഡലം ഇന്ന് രാവിലെ കടന്നു വരുന്നുവെങ്കിൽ അതിന്മേല് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സ്വർഗീയമായ സകല നന്മകളും ഐശ്വര്യങ്ങളും നമ്മൾ നിറയപ്പെടുവാൻ ഇടയായി തീരട്ടെ. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. നാം വായിച്ച വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പ് ദൈവവചനത്തിൽ നമുക്ക് വളരെ ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇന്നു മുതൽ, ടുഡേ ഓൺവേഴ്സ് ഐ വിൽ ബ്ലസ് യു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതാ കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന് വേണ്ടി മാസങ്ങൾ, വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയല്ല ദൈവവചനം വെളിപ്പെടുത്തുന്നത്. നാം കർത്താവിൻ്റെ വചനത്തെ ആഴമായി വിശ്വസിക്കുകയും അത് ഹൃദയത്തിൽ ആഴമായി സ്വീകരിക്കുകയും ഇന്ന് ഈ നിമിഷം വചനം കേൾക്കുന്ന ഈ സെക്കൻഡ് മുതൽ എന്നെ വിടുവിപ്പാൻ ശക്തനായവൻ, എന്നെ സഹായിപ്പാൻ ശക്തനായവൻ, എന്നെ അനുഗ്രഹിപ്പാൻ ശക്തനായവൻ എന്നിൽ വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു എന്ന് പറയുവാൻ ഒരു ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്നലെ വരെ നാം അനുഭവിച്ച ജീവിതത്തിന്റെ എല്ലാ കഷ്ടതകൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാവിധമായ ജീവിതത്തിന്റെ കയ്പെന്നിരിനും സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായവൻ അറുതി വരുത്തി ഇന്നു മുതൽ ടുഡേ ഓൺവേഴ്സ് ഐ വിൽ ബ്ലസ് യു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളിലേക്ക് ശക്തിയോടെ വെളിപ്പെട്ട് വ്യാപരിപ്പനടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം മുതൽ ഈ വചനത്തിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കട്ടെ, നിന്റെ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ല എന്ന് യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന്റെ പാദാന്തികയെ ചുംബിക്കുന്ന, കർത്താവിന്റെ പാദാന്തികയെ കുമ്പിടുന്ന ദൈവജനമേ, നിശ്ചയമായും അവൻ നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവം തന്നെയാണ്. അതിനുവേണ്ടി വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ് ഇനി നമുക്ക് ആവശ്യമില്ല. ഇന്നും അതിൽ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കേണ്ട നന്മകൾ ഒഴുകട്ടെ, ഐശ്വര്യങ്ങൾ കവിഞ്ഞൊഴുകട്ടെ, അനുഗ്രഹങ്ങൾ നിറഞ്ഞു തുളുമ്പട്ടെ. അതെൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ജീവിതത്തിന്റെ സമസ്ത പാതകളിലും അത് വ്യക്തമായി വെളിപ്പെടട്ടെ എന്ന് നാം വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിട്ട് വിശ്വാസത്തിന്റെ ശക്തി നിറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ ആത്മാ നമ്മെ സഹായിക്കട്ടെ. നാം വായിച്ച വചനത്തിലേക്ക് വീണ്ടും ഞാൻ കടന്നു വരട്ടെ. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേട്ട ഒരു ദൈവിക സന്ദേശമുണ്ട്, ദൂതുണ്ട്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് വൈകിയാലും നാം അതിനു വേണ്ടി തന്നെ കാത്തിരിക്കുക. അത് താമസിക്കുകയില്ല, വരും നിശ്ചയം. പ്രിയമുള്ളവരെ, നാം ദൈവഭക്തന്മാര് നാം എല്ലാ കാലങ്ങളിലും കേട്ട ആശ്വാസം പ്രാപിക്കുന്ന ഒരു വചനമാണ്, ദർശനത്തിന് ഞാനൊരു അവധി വെച്ചിരിക്കുന്നു. അത് എത്ര വൈകിയാലും അത് വരും നിശ്ചയം. അപ്പോൾ അനുഗ്രഹത്തിനൊരു അവധിയുണ്ട്, നന്മകൾ പ്രാപിപ്പാൻ ഒരു അവധിയുണ്ട്, ഉയർച്ചകൾ തേടിയെത്തുവാൻ ഒരു അവധിയുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഒരു അർത്ഥത്തിൽ ഇത് സത്യമാണെങ്കിലും ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്, നിങ്ങളോട് ഒപ്പം ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്നത്, സ്തോത്രം, അവധിക്ക് വെച്ച ദർശനങ്ങൾ, അവധിക്ക് വെച്ച നന്മകൾ, അവധിക്ക് വെച്ച ദൈവിക വാഗ്ദത്തങ്ങൾ ഇന്ന് രാവിലെ ഈ വചനത്തിൽ കൂടി ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന കർത്താവിന്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിപ്പാൻ, അത് വിടുതലായി തീരുവാൻ ഇടയായി തീരട്ടെ. കാരണം ദർശനത്തിന് അവധി വെച്ചു എന്നതല്ല ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം. ദൈവത്തിന് സ്തോത്രം. ദർശനങ്ങളുടെ പൂർത്തീകരണങ്ങൾ ഇന്നു മുതൽ ആരംഭം കുറിക്കുന്ന നാളുകളായി തീരുന്നു. ഒരു വേദവാക്യം അതിനുള്ള ബന്ധത്തിൽ ഞാൻ ഷെയർ ചെയ്യുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 21 മുതലുള്ളതായ വചനഭാഗം നാം വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ കാണുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വേദഭാഗത്തിൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും. ഇങ്ങനെ ഇസ്രായേൽ ദേശത്ത് നിങ്ങൾക്ക് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തിന്റെ വചനങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവദാസന്മാരെ കൂടി പരിശുദ്ധാത്മാവിന്റെ നിറവിനാല്
വാഗ്ദത്തങ്ങൾ, ദൈവിക ആലോചനകൾ നാം ഏറ്റെടുക്കുമ്പോൾ അതിന് തടസ്സമായി വ്യാപരിക്കുന്ന ഒരു ചിന്ത നമ്മെ പലപ്പോഴും ഭരിക്കാറുണ്ട്. കാലങ്ങൾ നീണ്ടുപോകും, ഈ ദർശനങ്ങളൊക്കെ ഒക്കാതെ പോകും, ഈ വാഗ്ദത്തങ്ങളൊക്കെ ഒരുപക്ഷെ സംഭവിക്കുമോ ഇല്ലയോ ആർക്കറിയാം. കാലാകാലങ്ങളായി ദൈവത്തിന്റെ ദാസന്മാരെ കൂടി ദൈവത്തിന്റെ വചനത്തിൽ കൂടി അനേക വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. എങ്കിലും ഇന്നും പലതും നിറവേറാതിരിക്കുന്നു. കാലങ്ങൾ ഒരുപക്ഷെ നീണ്ടുപോകാം, ദർശനങ്ങൾ ഒക്കാതെ പോകാം. ഇതൊരു പഴഞ്ചൊല്ല് പോലെ ഈ ഇസ്രായേൽ ദേശത്തുള്ളത് എന്തുകൊണ്ട്? എന്നാൽ ദൈവത്തിന്റെ വചനം തുടർന്ന് വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവജനമേ, ഈ പഴഞ്ചൊല്ല് ഞാൻ നിർത്തലാക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവത്തിന്റെ വചനം പറയുന്നു, കാലം നീണ്ടുപോകും, ദർശനമൊക്കാതെ പോകും. ഇതൊരു പഴഞ്ചൊല്ല് പോലെ നമ്മുടെ വായില് സ്തോത്രം വായ്ത്താരിയായി സംസാരിപ്പാൻ കർത്താവിന് ഒരിക്കലും സമ്മതിക്കത്തില്ല. ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. പിന്നെയോ തുടർന്ന് വായിക്കുന്നത്, അവർ ഇസ്രായേലിൽ ഇനി അതൊരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനത്തിൻ്റെയും നിവർത്തിയും അടുത്തിരിക്കുന്നു എന്ന് നീ അവരോട് പറയുക. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനമായി കർത്താവിന്റെ കൃപാസനത്തിൽ കടന്നു വന്ന വിശുദ്ധ ജനത്തോട് ഓർപ്പിച്ചുണർത്തുക പരിശുദ്ധാത്മാവിനെ നിയോഗിക്കുന്ന ശക്തിമത്തായ വചനം, കാലവും സകല ദർശനത്തിൻ്റെയും നിവർത്തിയും അടുത്തിരിക്കുന്നു. ഈ സന്ദേശം നിങ്ങളോട് പ്രസ്താവിപ്പാൻ കർത്താവ് യേശു ക്രിസ്തു ഇന്ന് രാവിലെ എന്നെ നിങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിന്റെ ജീവിതത്തിൽ പ്രാപിക്കേണ്ട നന്മകളുടെ വാഗ്ദത്തങ്ങൾ, അതിന്റെ ദർശനങ്ങൾ, അതിന്റെ കാലങ്ങൾ ഇതാ ഏറ്റവും സമീപസ്ഥമായി. കാലവും സകല ദർശനങ്ങളുടെയും നിവർത്തിയും അടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് വെരി നിയർ, ഇറ്റ് ഈസ് റിയലി അറ്റ് യുവർ ഹാൻഡ്. കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് നിന്റെ കരങ്ങളിൽ കർത്താവ് നൽകി തന്നിരിക്കുകയാണ്. ദർശനങ്ങളുടെ പൂർത്തീകരണം ഇന്ന് രാവിലെ മുതൽ നിന്റെ കരങ്ങളിലാണ്. വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം ഇന്ന് രാവിലെ മുതൽ നിന്റെ കരങ്ങളിലാണ്. കാലവും സകല ദർശനത്തിൻ്റെയും നിവർത്തിയും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന കർത്താവിന്റെ ഈ ശക്തിമത്തായ വചനത്തിനു മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് 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 എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിയോട് ഓർപ്പിക്കുമ്പോൾ പലപ്പോഴും പിശാച് ആ ദൂതറ്റെടുപ്പ് നമ്മെ സമ്മതിക്കത്തില്ല. നമ്മൾ നേരെ തിരിച്ച് നാളെ 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 എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ അവൻ വഴുതി മാറ്റിക്കളയും. ഞാൻ കേരളത്തിൽ ഇങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ലോട്ടറി വിൽപ്പനക്കാരെ ലോട്ടറി സ്ഥലത്ത് ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര നമ്മൾ കേട്ടിട്ടുണ്ട്, നാളെയാകട്ടെ നാളെയാകട്ടെ നാളെയാകട്ടെ. പ്രിയമുള്ളവരെ, നന്മകൾ, അനുഗ്രഹത്തിന്റെ ദിനങ്ങൾ നമ്മെ തേടിയെത്തുന്നൊരു നല്ല നാളെയുണ്ട് എന്ന് അവർ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന നാളെയല്ല, അത് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ, ചില ദൈവപ്രവൃത്തികൾ, ചില ദൈവിക സൗഖ്യങ്ങൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചില അതിശയങ്ങൾ, ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ അത് നാളേക്ക് മാറ്റിവെക്കുന്ന ഹൃദയത്തിന്റെ ചിന്തകളെ മാറ്റിമറിച്ച് ഇന്ന് രാവിലെ ജീവനുള്ള ദൈവത്തിന്റെ വചനം ശക്തിയോടെ നമ്മൾ വ്യാപരിപ്പാൻ ഇടയായി തീരട്ടെ. ടുഡേ ഓൺവേഴ്സ് ഐ വിൽ ബ്ലെസ് യു. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ വചനം അത് നാളത്തേക്ക് മാറ്റിവെക്കാനുള്ളതല്ല, ഇന്ന് തന്നെ കർത്താവിന്റെ വചനം ശക്തിയോടെ നമ്മൾ കടന്നു വന്ന് ക്രിയ ചെയ്യുമാറാകട്ടെ. പല ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനത്തില് ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. അതിനോടുള്ള ബന്ധത്തിൽ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വേദഭാഗത്തിൽ നാം ഇങ്ങനെ കാണുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തില് ഇവിടെ ദാവീദ് പറയുന്ന ഒരു ദൈവിക ഉറപ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദാവീദിന്റെ ജീവിതത്തിന്മേൽ ലഭ്യമായ യഹോവയായ ദൈവത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ് താൻ പ്രാപിച്ചെടുക്കുന്ന ഒരു ആത്മീയ ശക്തിമത്തായ ആലോചന താൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് വായിപ്പാൻ സാധിക്കുന്നത്. നമ്മുടെ വായിക്കുന്ന 45-46 ഒരുമിച്ച് വായിക്കാം. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. തുടർന്ന് 46 എന്നെ ചിന്തിപ്പിക്കുന്ന വിഷയം, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രിയമുള്ളവരെ, ഫെലിസ്ത്യ മല്ലനോട് പോരാടി നിൽക്കുന്ന ദാവീദ്, വിശ്വാസത്തിന്റെ ചൂടുമായി വിശ്വാസത്തിന്റെ ശക്തിയുമായി കടന്നു വന്ന ദാവീദ് ഫെലിസ്ത്യ മല്ലന്മേല് ദൈവാത്മാവിന്റെ നിയോഗത്താൽ ശക്തിപ്പെട്ട് ആത്മനിയോഗത്താൽ അവൻ വിളിച്ചു പറയുന്ന ആ സന്ദേശം ഇന്ന് രാവിലെ
ആമേൻ നാം ഓരോരുത്തരും ഏറ്റെടുപ്പാൻ കർത്താവിന്റെ ആത്മാവിനെ സഹായിക്കട്ടെ. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ എന്നല്ല, അടുത്ത മാസം എന്നല്ല, അടുത്ത വർഷങ്ങളെന്നോ അടുത്ത ആഴ്ചകളെന്നല്ല, ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രിയമുള്ളവരെ, ജീവന്റെ വചനത്തിന്റെ സന്നിധിയിൽ വിശ്വസിപ്പാൻ കൃപ ലഭിച്ച ദൈവജനമേ, യഹോവയായ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് വരെ നിന്നെ അലട്ടി, നിന്നെ വെല്ലുവിളിച്ച്, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ്, നിന്നെ മാനസികമായി ക്ഷയിപ്പിക്കുമെന്ന് പറഞ്ഞ്, നിന്റെ സ്വസ്ഥതയെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ്, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ്, നിന്റെ ഉയർച്ചകളെ മുഴുവൻ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ്, നിന്റെ വഴികളെ മുഴുവൻ അടയ്ക്കുമെന്ന് പറഞ്ഞ്, നിനക്കെതിരെ വാളോങ്ങി ഉന്നം വെച്ച് വെല്ലുവിളിക്കുന്ന പെലിസ്ത്യമല്ലന്റെ ശക്തിയോട് ദൈവാത്മാവിന്റെ നിയോഗത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മാവിന്റെ നിയോഗത്തിൽ നമുക്ക് ഒരുമിച്ച് ഉടനെ എത്തട്ടെ. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദുഷ്ടപിശാച് എന്നെ തകർക്കുവാൻ കടന്നു വരുന്ന അന്ധകാര ശക്തികൾ, അത് രോഗബന്ധനമാകാം, അത് ശാപബന്ധനമാകാം, അത് മാനസിക തകർച്ചകളാകാം, അത് നമ്മുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുന്ന കാർമേക പടലങ്ങളാകാം, ഏത് പെലിസ്ത്യ മല്ലന്റെ ശക്തിയുമാകട്ടെ, ഏത് അന്ധകാര ശക്തിയുമാകട്ടെ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഈ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം പറയുവാൻ കർത്താവിന്റെ അഭിഷേകം നമ്മൾ വ്യാപരിക്കട്ടെ. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഇന്ന് എന്ന ശബ്ദത്തെങ്കിൽ, ഇന്ന് എന്ന വചനത്തെങ്കിൽ, ഇന്ന് എന്ന മോമെന്റിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുക. ഇന്ന് തന്നെ ദൈവത്തിന്റെ അത്ഭുതകരം എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കും. ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾക്ക്, ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച തകർച്ചകൾക്ക്, ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച നിരാശകൾക്ക് അവൻ ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പകലാണ്. ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഞാൻ അനുഭവിക്കും. ഇന്ന് മുതൽ ഞാനൊരു നന്മ കാണൂ. ഇന്ന് മുതൽ ഞാൻ അനുഗ്രഹം കാണൂ. ഇന്നലെ വരെ എന്ത് എന്നുള്ളതല്ല എന്റെ വിഷയം. ഇന്ന് രാവിലെ യേശുവിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നു, അവിടുത്തെ വചനത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നു. അത് വിടുതലായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. പെലിസ്ത്യ മല്ലന്റെ ശക്തികളെ തകർക്കുന്ന യേശു ക്രിസ്തുവിന്റെ അഭിഷേക ശക്തി എന്നിൽ വ്യാപരിക്കുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ജീസസ്. ഇന്ന് രാവിലെ ആമേൻ പെലിസ്ത്യ ശക്തികളെ ആമേൻ സ്തോത്രം വെല്ലുവിളിക്കുന്ന ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമാറാകട്ടെ. വേറൊരു വേദഭാഗം വളരെ പെട്ടെന്ന് നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നാം അവിടെയും കാണുന്നത് എൻ്റെ ചിന്ത, ആ ഒരു പദപ്രയോഗം മാത്രമാണ് നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്ത് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ആവർത്തനം 9-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിച്ച് കേൾക്കുന്നു. ഇസ്രായേലേ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന ജാതികളെയും അടക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം വായിച്ച ഇസ്രായേലേ കേൾക്ക, ദൈവമേ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയെ അടക്കാൻ പോകുന്നു. നാളെ എന്നോ വരുന്ന ദിനങ്ങളിലെന്നോ എന്നല്ല പ്രവാചക ശബ്ദം മുഴങ്ങി കേൾക്കുന്നത്. ആമേൻ. നീ ഇന്ന്, ഇസ്രായേലേ നീ കേൾക്കുക, നീ ഇന്ന് യോർദാൻ കടക്കുന്നു. ഈ യോർദാൻ കടത്തത്തില്ല എന്ന് പറഞ്ഞ്, ഈ യോർദാന്റെ മറുകരുടെ തീരത്ത് നിന്നെ എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ്, നിന്നേക്കാൾ വലിപ്പവും പൊക്കവുമുള്ള ജാതികൾ ആ യോർദാന്റെ മറുകരയിൽ നിന്ന് നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ, ശക്തനായവൻ, സർവശക്തനായവൻ ആത്മാവിന്റെ ദൂത് വിളിച്ചു പറയുന്നു, നീ ഇന്ന് യോർദാൻ കടക്കും. ദൈവത്തിന് സ്തോത്രം. കാരണം പ്രൈസ് ദി ലോർഡ്. അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ച് ഞാൻ ആ ഭാഗത്ത് നിന്ന് ഓടിച്ചിട്ട് കടന്നു പോകട്ടെ. 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. ഈ വിടുതൽ സംഭവിപ്പാൻ കാരണം, പ്രൈസ് ദി ലോർഡ്, യോർദാന്റെ ശക്തികളെ തകർക്കുവാൻ കാരണം, നിന്നേക്കാൾ വലിപ്പവും പൊക്കവും ശക്തിയുമുള്ള ജാതികളെ നീ അടക്കുവാൻ കാരണം, അത് നിന്റെ കഴിവിനാലല്ല, അത് നിന്റെ മിടുക്കിനാലല്ല, അത് സൈന്യത്താലോ ശക്തിയാലോ അല്ല, എൻ്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ എത്രേ എന്ന് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ഇതിന്റെ റീസൺ ഇന്ന് തന്നെ നീ അതിനെ അടക്കുമെന്ന്, നീ അതിനെ ഒതുക്കുമെന്ന്, നീ അതിനെ തകർക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയാൻ കാരണം അവൻ നിന്റെ ദൈവമായ യഹോവ. നാം വായിച്ച 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. നിന്റെ ദൈവമായ യഹോവ
ആമേ സ്തോത്രം, നിനക്ക് മുമ്പായി ഇന്ന് ആമേ കടന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നീ തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് നിന്റെ കഴിവിനാലല്ല, നിന്റെ മെടുക്കിനാലല്ല, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ദഹിപ്പിക്കുന്ന ഒരു അഗ്നി, ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം ആമേൻ നിനക്ക് മുമ്പാകെ കടന്നു പോകുന്നു എന്ന വലിയ സത്യം നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ഇന്നലെ വരെയുള്ള തകർച്ചകൾ, ഇന്നലെ വരെയുള്ള നഷ്ടങ്ങൾ, ഇന്നലെ വരെയുള്ള പരാജയങ്ങൾ ഇന്ന് രാവിലെ ദൂതിന് മുമ്പാകെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത് അതിനുമേൽ ആമേൻ ആധിപത്യ ശക്തി ആമേൻ പകരുന്ന ദൈവകൃപയെ പുതുക്കിക്കൊണ്ട് വചനത്തെ വിശ്വസിച്ച് ആത്മാവിന്റെ ദൂതിനെ പുതുക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ഇന്നലെ വരെ എന്നെ ഭയപ്പെടുത്തിയ ശക്തികൾ, എന്നെ ഭീഷണിപ്പെടുത്തിയ ശക്തികൾ, എന്നെ നിരാശപ്പെടുത്തിയ ശക്തികൾ, അത് രോഗങ്ങൾ, അത് മാനസികമായ തകർച്ചകൾ, അത് സാമ്പത്തികമായ ക്ലേശങ്ങൾ, അത് ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ, അത് കുടുംബജീവിതത്തിന്റെ പരാജയങ്ങൾ, അത് തലമുറയുടെ വിദ്യാഭ്യാസപ്പെടുന്ന വെല്ലുവിളികൾ, യേശുവിന്റെ നാമത്തിൽ എന്ത് തന്നെയുമാകട്ടെ അതിനെ തകർക്കുന്ന ദൈവത്തിന്റെ കരം നാളത്തേക്ക് മാറ്റിവെക്കുന്നതല്ല. ഇന്ന് രാവിലെ വചനത്തിന്റെ ശക്തി നിന്നെ വ്യാപരിക്കട്ടെ. Right now onwards, today onwards, I will bless you, I will command you, I will deliver you. ഇത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാകയാൽ ആ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുപ്പാൻ കർത്താവിന്റെ ആത്മാവിനെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്യം കൂടി വായിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിശ്വാസത്തെ ഉറപ്പിച്ച് ആമേൻ ഞാൻ എൻ്റെ വചനത്തിന്റെ ശുശ്രൂഷ മുമ്പാകെ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ കൂടി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രത്തോളം ഈ വചനം കേട്ട് കർത്താവിന്റെ സന്നിധിയിൽ ബലപ്പെടുവാൻ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന് മുമ്പാകെ ഈ വേദവാക്യം കൂടി നമുക്ക് ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. യിരെമ്യാ 1:18-19 വേദഭാഗം നമ്മൾ ഇങ്ങനെ വായിച്ച് കേൾക്കുന്നു. ഞാൻ ഇന്ന്, യിരെമ്യാ 1:18-19, ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനു നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമര മതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇന്ന് നിന്നെ, വചനത്തെ വിശ്വസിക്കുന്ന ദൈവജനമേ, ആത്മാവിന്റെ ദൂത് ഏറ്റെടുക്കുന്ന ദൈവജനമേ, പരിശുദ്ധനാമന്റെ നിയോഗത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ഈ ആലോചന ഏറ്റെടുത്ത് സ്തോത്രം പറയുന്ന അഭിഷേകം പ്രാപിച്ച ദൈവമേ, ഞാൻ ഇന്ന് നിന്നെ, നാളെയല്ല, എൻ്റെ ചിന്താ വിഷയം നാളെയല്ല, ഇന്നലെയല്ല, ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള പട്ടണമാക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുക ഇല്ല താനും. പ്രൈസ് ദി ലോർഡ്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഏതെല്ലാം ശക്തികൾ നിനക്കെതിരെ യുദ്ധം ചെയ്താലും, എത്ര സാമാന്യ ശക്തികൾ നിന്റെ തലയെ അറുക്കുമെന്ന് പറഞ്ഞ് നിനക്കെതിരെ യുദ്ധം ചെയ്താലും, ഇന്ന് രാവിലെ എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ഞാൻ ഇന്ന് നിന്നെ ഈ ജനത്തിന് നേരെ ഉറപ്പുള്ള ഒരു മതിലാക്കിയിരിക്കുന്നു, ഉറപ്പുള്ള ഒരു ഭിത്തിയാക്കിയിരിക്കുന്നു, ഉറപ്പുള്ള ഒരു പട്ടണമാക്കിയിരിക്കുന്നു. അവർ നിന്നെ യുദ്ധം ചെയ്താലും ആമേൻ, അവർ നിന്നെ ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാകട്ടെ, വിഷയങ്ങൾ എന്തുമാകട്ടെ, അതിനെ ബ്രേക്ക് ചെയ്യുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ കരം നമ്മൾ ആത്മാവിൽ കണ്ട് സ്തോത്രം പറയുവാൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇന്നോട് സംസാരിക്കുന്നത് അത് വിടുതലിന്റെ വചനമാണ്, അത് ശക്തിയുള്ള വചനമാണ്, അത് ആത്മാവിന്റെ വചനമാണ്. ഇന്ന് രാവിലെ ഇന്നലെ വരെ കണ്ട ദുഷ്ടന്റെ കെട്ടുകൾ, ഇന്നലെ വരെ കണ്ട ശാപങ്ങൾ, ഇന്നലെ വരെ കണ്ട തകർച്ചകൾ, ഇന്നലെ വരെ കണ്ട അനർത്ഥങ്ങൾ ഇന്ന് രാവിലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന കർത്താവിന്റെ വചനത്തിനു മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ആമേൻ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പുറപ്പാട് 14:13 ആമേൻ. ആ തിരുവചന ഭാഗം കൂടി ചിന്തിച്ച് നമുക്ക് ഈ രാവിലത്തെ ഈ മെഡിറ്റേഷൻ നമുക്ക് അവസാനിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യെസ്, പുറപ്പാട് 14:13 ഇങ്ങനെ വായിക്കുന്ന, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. കൺമുമ്പിൽ കാണത്തക്ക നിലയിൽ ചില വിടുതലുകൾ ഇന്ന് ഈ വചനത്തിനു മുമ്പാകെ സ്വർഗം പകരുന്നത് ആത്മാവിൽ കാണുന്ന ദൈവജനത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവർ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന്
ആ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാവിലെ പ്രാർത്ഥനാപരമായ ഹൃദയത്തോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. കാണത്തക്കവണ്ണം നമ്മുടെ കണ്ണ് തുറക്കട്ടെ. നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവനെന്ന് കാണുവാൻ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ഈ ലോകത്തിന്റെ ഏത് ശക്തിയെയും വെല്ലുന്ന ദൈവിക ശക്തി എന്ന് രുചിച്ചറിയുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കുമാറാകട്ടെ. അത് ഇന്ന് തന്നെ സംഭവിക്കട്ടെ. നമ്മൾ വായിക്കുന്നതാണ്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്ന് കണ്ട മിസ്രയീമിനെ മേലാൽ കാണാൻ സമ്മതിക്കാത്ത ഒരു ദൈവത്തിന്റെ കൃപ, ഇന്ന് കണ്ട മിസ്രയീമ ശക്തികളെ മേലാൽ കാണാൻ സമ്മതിക്കാത്ത അനന്തമായ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാവിലെ വചനത്തിൽ കൂടി നമ്മൾ വ്യക്തമായി വെളിപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്ന് വരെ നീ അനുഭവിച്ച കഷ്ടങ്ങൾക്ക്, ഇന്ന് വരെ നീ അനുഭവിച്ച മിസ്രയീമിലെ നിന്ദകൾക്ക്, അതിന്റെ പരിഹാസങ്ങൾക്ക്, അതിന്റെ അവസ്ഥകൾക്ക്, ദുഃഖങ്ങൾക്ക്, ക്ലേശങ്ങൾക്ക് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് കണ്ട മിസ്രയീമിനെ നീ മേലാൽ കാണത്തില്ല. അത് നാളെയെന്നോ അത് അടുത്ത മാസമെന്നോ ചിന്തിച്ച് നമ്മുടെ മനസ്സ് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യല്. വിശ്വാസത്തിന്റെ ആർപ്പുവിളികൾ ഇന്ന് രാവിലെ ഹൃദയത്തിൽ മുഴങ്ങിക്കേൾക്കട്ടെ. ഇന്നു മുതൽ യേശു നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് മുതൽ നിന്റെ വിഷയങ്ങളുടെ ദൈവത്തിന്റെ കരം ശക്തിയോടെ ചലിക്കും. ഇന്ന് മുതൽ വിടുവിക്കുന്ന കർത്താവിന്റെ കരം നിന്നെ തേടി എത്തും. ഇന്ന് ഈ നിമിഷം മുതൽ നിന്റെ തകർച്ചകൾ അഴിഞ്ഞു മാറും. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് കണ്ണുകളടച്ച് സ്തോത്രം ചെയ്യാം. ഇന്നു വരെ അനുഭവിച്ച ക്ലേശങ്ങൾ, അതിന്റെ വേദനകൾ, അതിന്റെ തകർച്ചകൾ, അതിന്റെ ദുഃഖങ്ങൾ, അതിന്റെ നിരാശകൾ ഇന്ന് രാവിലെ അഴിഞ്ഞു മറന്നു പ്രാർത്ഥിക്കാം. വചനത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമാറാകട്ടെ. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദർശനങ്ങൾക്ക് അവധി വെച്ച്, വാഗ്ദത്തങ്ങൾക്ക് അവധി വെച്ച് കാലങ്ങൾ നീട്ടിക്കൊണ്ടുപോയി എന്ന് വിടുതൽ കിട്ടുമെന്ന് പലപ്പോഴും സംശയിച്ച് മുൻപോട്ട് പോകുന്ന ജീവിതമേ, പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുവാൻ എന്റെ ഇത്ര താമസമെന്ന് ചിന്തിച്ച് നിരാശയുടെ അനുഭവത്തിൽ മുൻപോട്ട് പോകുന്ന ജീവിതമേ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയായ ദൈവം ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിന്നെ വിടുവിക്കും. അനുഗ്രഹം എന്ന് പറയുന്നത് ലോകത്തിന്റെ സമ്പത്തോ ലോകത്തിന്റെ സുഖമോ പ്രതാപമോ ഒന്നുമല്ല എന്ന്. സാക്ഷാൽ അനുഗ്രഹം അത് ദൈവികമായ സമാധാനമുള്ള ജീവിതം, അത് കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ, അത് തലമുറയുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിന്മേൽ അവരുടെ നന്മകളുടെ മേലുള്ളതായ ദൈവപ്രവൃത്തികൾ ഒക്കെയാണ് നമ്മൾ ചിന്തിപ്പാടയായി തീർന്നു. ഇന്ന് മുതൽ ആ സ്വർഗീയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന്മേൽ, നമ്മുടെ കുടുംബങ്ങളുമേൽ ശക്തിയോടെ പകർന്നൊഴുകട്ടെ. അതിന് വിരുദ്ധമായി വെല്ലുവിളിക്കുന്ന എല്ലാ പെലിസ്ത്യ മല്ലന്റെ ശക്തികളും നിന്നെ മുൻപോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ്, നിന്നെ ഉയർത്തത്തില്ല എന്ന് പറഞ്ഞ്, നിന്റെ നന്മകളെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് വാത് കെട്ടുന്ന സകല മണ്ഡലങ്ങളും സ്വർഗം അറുത്തു മാറ്റട്ടെ. ദാവീദിനെ പോലെ പ്രാർത്ഥിച്ചു പറയാ, ആമേൻ, ഇന്ന് യഹോവ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സുദിനമാണ്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ട ശക്തികൾ, അന്ധകാര ശക്തികൾ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തുന്നതിന് നടുവിൽ യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചു പറയാം, യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് കണ്ട മിസ്രയീമിനെ നീ മേലാൽ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കണ്ട മിസ്രയീമ ശക്തികൾ, ഇന്നലെ വരെ അനുഭവിച്ച ജീവിതത്തിന്റെ കയ്പുനീര് നീ മേലാൽ കാണത്തില്ല. ഇന്ന് രാവിലെ ഈ വചനത്തിനു മുമ്പാകെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം, നീ ഇന്ന് യോർദാൻ കടക്കുകയാണ്. നിന്നേക്കാൾ വലിപ്പവും പൊക്കവുമുള്ള ജാതിയെ നീ അടക്കാൻ പോകുകയാണ്. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നവന്റെ ആത്മശക്തി നിന്നെ വ്യാപരിപ്പാൻ പോകുകയാണ്. ഇന്ന് നീ ചിലതിനെ അടക്കാൻ പോകുന്നു. കാരണം നിന്നെ ഈ ജനത്തിൽ ഉറപ്പുള്ള ഒരു താമര ഭിത്തിയാക്കി, ഒരു പട്ടണമാക്കി സ്വർഗം അനോയിന്റ് ചെയ്ത് അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നീ അവരെ ജയിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ നിന്നെ ജയിക്കത്തില്ല. ഈ വചനത്തിനു മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ആത്മശക്തിയോടെ പറയുന്നു, ഏതൊക്കെ ശക്തികൾ നിനക്കെതിരെ യുദ്ധം ചെയ്താലും അവർ നിന്നെ ജയിക്കത്തില്ല. നീ അവരോട് യുദ്ധം ചെയ്യും, അവർ നിന്നെ ജയിക്കത്തില്ല. ഇന്ന് രാവിലെ കർത്താവിന്റെ വചനത്തിനു മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നു മുതൽ ഒരു അനുഗ്രഹം, ഇന്നു മുതൽ ഒരു വിടുതൽ, ഇന്നു മുതൽ ഒരു രോഗസൗഖ്യം, ഇന്നു മുതൽ എന്റെ കുടുംബത്തിന്മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി വ്യക്തമായി സംഭവിക്കട്ടെ. ഇത്രത്തോളം സമയം കർത്താവിന്റെ വചനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനും ഇതിന്റെ ഭാരവാഹികൾക്കും ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും വന്ദനവും പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ താണിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മളെല്ലാവരുടെ കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.